പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ട്രെയിറ്റ് പാൻറ് അല്ലെങ്കിൽ സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വെറും 2 അളവുകൾ മാത്രം വെച്ചിട്ടാണ് ഈ പാൻറ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. തുടക്കക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. സാധാരണ പാൻറ് കട്ട് ചെയ്യുന്നത് പോലെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടിട്ടല്ല സ്ട്രെയിറ്റ് പാൻറ് കട്ട് ചെയ്യുന്നത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാനിവിടെ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മുകളിൽ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗത്ത് ഞാൻ വേറൊരു പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലൊന്ന് വരച്ചെടുക്കാം. പിന്നെ നമുക്ക് എത്ര ഇഞ്ച് ഇറക്കമാണോ വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് വേണ്ടത് 36 ഇഞ്ചാണ്. ആ 36 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ താഴെ നമ്മൾ അല്പം വീതി കൂട്ടിയിട്ടാണ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ 2.5 ഇഞ്ചോ 3 ഇഞ്ചോ ഒക്കെ തയ്യൽ തുമ്പായിട്ട് എടുക്കാവുന്നതാണ്. എനിക്ക് തുണി കുറവായതുകൊണ്ട് ഞാനിവിടെ 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വണ്ണം എടുക്കുന്നത് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്ര ഇഞ്ചാണോ ഉള്ളത് അതിൻ്റെ 4/1 എടുക്കുക. എനിക്കിവിടെ ഹിപ്പ് റൗണ്ട് 42 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ 4/1 10.5 ഇഞ്ചാണ് കിട്ടുന്നത്. പാൻറ് നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാറില്ല. ഒരല്പം ലൂസൊക്കെ കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് ലൂസ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ 10.5 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ചേർത്തിട്ട് ഞാനിവിടെ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ക്രോച്ചിൻ്റെ ലെങ്ത് എടുക്കുന്നത് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്ര ഇഞ്ചാണോ അതിൻ്റെ 1/3 ഭാഗമാണ് എടുക്കേണ്ടത്. ഹിപ്പ് റൗണ്ട് എനിക്കിവിടെ 42 ഇഞ്ചാണുള്ളത്. അതിൻ്റെ 1/3 14 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഇവിടെ എത്ര ഇഞ്ചാണോ കിട്ടുന്നത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 14 ഇഞ്ചാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പകുതി 7 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ കിട്ടിയ 7 ഇഞ്ച് നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് എത്ര ഇഞ്ച് വണ്ണമാണോ വേണ്ടത് അത് ഈ പോയിൻറ്റിൻ്റെ 2 സൈഡിലും ആയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 6 ഇഞ്ച് വണ്ണമാണ് എടുക്കുന്നത്. 2 സൈഡിലും 3 ഇഞ്ച് വീതമാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ പോയിൻറ്റുകളൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഇതുപോലെ ഷേപ്പാണ് വരച്ചെടുക്കേണ്ടത്. ഇവിടെയും ഇതുപോലെ വരച്ചെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെയാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് വെച്ചിട്ടാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് പാർട്ട് കട്ട് ചെയ്യാനും തുണി ഇതുപോലെ 2 ആയിട്ട് മടക്കിയെടുക്കുക. ആദ്യം മുകളിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിനെ ഒരു ലൈനാക്കി വരച്ചെടുക്കാം. ആ ലൈനിലേക്കാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ അളവിൽ ആദ്യം ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ ഈ ഷേപ്പിൻ്റെ ഭാഗത്ത് മാത്രം 2 ഇഞ്ച് വീതം മുകളിൽ നിന്ന് താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്ത് വരച്ചെടുത്തതിന് ശേഷം ഈ ലൈനിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഷേപ്പിൻ്റെ ഭാഗത്ത് മാത്രമാണ് 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മറ്റേ സൈഡിൽ നമ്മൾ ഇതേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം.
ബാക്ക് പാർട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലാണല്ലോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഫിനിഷിങ്ങിലൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുകളിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം ഇട്ടത്. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. നമ്മൾ എത്ര ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് ആണോ ഇടുന്നത് അതിനേക്കാളും 1 ഇഞ്ചും കൂടി വീതി കൂട്ടിയിട്ടാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ പീസ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 പീസിൻ്റെയും നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡ് ഭാഗങ്ങളും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്കിതുപോലെ ഒരു റൗണ്ടായിട്ടാണ് കിട്ടുന്നത്. പിന്നെ പാൻറ്റിൻ്റെ താഴെ നമ്മൾ എത്ര ഇഞ്ച് വീതിയിലാണോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ വീതിയിൽ ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ താഴെ വീതി കൂട്ടി മടക്കി തയ്ക്കുമ്പോഴാണ് കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാവുന്നത്. അങ്ങനെ 2 പീസുകളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. വേസ്റ്റിൻ്റെ ഭാഗം നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ചെറിയ പീസും ഞാൻ ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്ത് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാൻറ്റിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം 1/2 ഇഞ്ച് വീതിയിലും പിന്നെ നമ്മൾ ഇടുന്ന ഇലാസ്റ്റിക്കിൻ്റെ വീതിയിലും ഇതുപോലെ ഒന്നും കൂടി മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. രണ്ടാമത് നമ്മൾ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ 1.5 ഇഞ്ചോളം സ്പേസ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഈ ഹോളിലൂടെയാണ് നമ്മൾ ഇലാസ്റ്റിക് കടത്തിയെടുക്കുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ടും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും.
ഇനി നമുക്ക് എത്ര ഇഞ്ച് നീളത്തിലാണോ ഇലാസ്റ്റിക് വേണ്ടത് ആ അളവിൽ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഹോളിലൂടെ കടത്തിയെടുക്കാം. എന്നിട്ട് കുറച്ച് സ്റ്റിച്ചുകളിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ഇടാതെ വിട്ടിരുന്ന ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് ഞാൻ അതിന് മുകളിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാൻറ്റിൻ്റെ സെൻറ്റർ ഭാഗം കൂടി കറക്റ്റ് പിടിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് പാൻറ്റ് വളരെ ഈസി ആയിട്ട് ഏതളവിലും ഇതേ മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.